ശരീരത്തിൽ കോമ്പസ് കൊണ്ട് മുറിവുണ്ടാക്കിയ ശേഷം ലോഷൻ ഒഴിച്ചു. വിവസ്ത്രരാക്കിയതിനു ശേഷം ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് ഉപയോഗിച്ച് ക്രൂര പീഡനം. 3 മാസത്തോളം നീണ്ട നരകയാതന. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഇത് എന്താണ്, എവിടെയാണ് സംഭവിച്ചതെന്നൊക്കെ. അതെ, റാഗിങ്ങിന്റെ തന്നെ ഒരു കാലമാണല്ലോ ഇത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ ക്രിമിനൽ സംഘങ്ങൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ചറിഞ്ഞാൽ മനസാക്ഷിയുള്ളവരുടെ ഉള്ളൊന്ന് നീറും. മാസങ്ങളോളം നീണ്ടുനിന്ന അതിക്രൂരമായ പീഡനമായിരുന്നു അത്. ഇന്ന് മുഴുവൻ ഇന്ത്യയും ഈയൊരു റാഗിംഗ് കേസ് കാരണം സ്തംഭിച്ചു തന്നെ പോയി. ഇതാണ് സത്യം. ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പല കോളേജുകളിൽ പല വിദ്യാർത്ഥികളും അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു 6 വിദ്യാർത്ഥികൾ പീഡനത്തിന് ഇരയായി. പക്ഷെ ഇതൊന്നും ആദ്യമായി നടക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ. ഇതിനു മുൻപ് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. അവസാനമായി നടന്ന സംഭവം തന്നെ നമുക്കറിയാവുന്നതാണ്. നമ്മളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. എറണാകുളത്തെ തിരുവാണിയൂരിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന മിഹിൽ എന്ന സ്കൂൾ വിദ്യാർത്ഥി അവനെ റേസിസത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിലൊക്കെ കളിയാക്കുകയും ഇതിന്റെ എല്ലാം അവസാനം അവൻ താമസിക്കുന്ന ഫ്ലാറ്റിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇത് നമ്മൾ അറിഞ്ഞതാണ്. ഈ സംഭവം നടന്ന് 2 ആഴ്ച പോലും ആയിട്ടില്ല. അപ്പോഴാണ് വീണ്ടും അതേ സമാനമായ രീതിയിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഈ പീഡനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ആരും അറിഞ്ഞിട്ടേ ഇല്ല. ഹോസ്റ്റലാണെങ്കിൽ വാർഡൻ ഉണ്ടായിരുന്നു, മറ്റ് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, മറ്റൊരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ആർക്കും അറിയാതെ രാത്രികളിലാണ് ഇതെല്ലാം സംഭവിച്ചത്. കോട്ടയം ജില്ലയിലെ ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്. ഇവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എല്ലാവരും ഒരേ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു 15 പേരോളം ഉണ്ടാകും. പൊതുവെ നഴ്സിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ ആൺകുട്ടികളുടെ എണ്ണം കുറവാണ്. അതിലും ഒരു 15 പേരാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഇതിൽ ജൂനിയർ കുട്ടികളായി വന്ന ഒരു 6 പേരെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളും തേർഡ് ഇയർ വിദ്യാർത്ഥികളും ടാർഗറ്റ് ചെയ്യുന്നു. ഈ ഒരു ക്രിമിനൽ ഗ്യാങ്ങിലും ഏകദേശം ഒരു 5-6 പേരോളം ഉണ്ട്. 2024 നവംബർ മാസം മുതൽ തന്നെ ഈ കുട്ടികളെല്ലാം വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം സീനിയേഴ്സ് ആണ്, നിങ്ങൾ ജൂനിയേഴ്സ് ആണ്, ഞങ്ങൾ പറയുന്നത് എന്തായാലും നിങ്ങൾ അത് അനുസരിക്കണം, ചെയ്യണം എന്നൊക്കെ. കൂടാതെ കുട്ടികളുടെ പക്കൽ നിന്ന് പണവും ശേഖരിച്ചിട്ടുണ്ട്. 800 രൂപയാണ് ഈ ഓരോ കുട്ടികളുടെ പക്കൽ നിന്നും ഇവർ വാങ്ങുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവരെല്ലാം ഗവൺമെന്റ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെയുള്ള പകുതിയിലേറെ കുട്ടികളും വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ ഈ 800 രൂപ എന്നത് അവർക്ക് വളരെ വലിയൊരു തുകയാണ്. അത്രയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടുകാർ നൽകുന്ന പണമാണ് ഈ സീനിയേഴ്സ് എല്ലാം ഭീഷണിപ്പെടുത്തി ഈ കുട്ടികളിൽ നിന്ന് വാങ്ങുന്നത്. ഇനി ഒരു പക്ഷെ ഇവർ പണം നൽകിയില്ലെങ്കിൽ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചില സമയങ്ങളിൽ അടിക്കുകയും ചെയ്തു. ആ ഹോസ്റ്റൽ ഏകദേശം ഒരു 10-10:30 ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. പിന്നെ ആരും പുറത്തേക്ക് വരില്ല. വാർഡന്റെ റൂമും അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പൊ രാത്രി 10:30 മണിക്ക് ശേഷം ഈ സീനിയേഴ്സ് എല്ലാം 6 ജൂനിയേഴ്സ് ഉള്ള മുറിയിലേക്ക് വരും. എന്നിട്ട് പണം ചോദിക്കാൻ തുടങ്ങും. ഇനി പണം നൽകില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവർക്ക് അടി ഉറപ്പാണ്. ഇനി അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കും, പണിഷ്മെന്റ് കൊടുക്കും. സീനിയേഴ്സിന്റെ ഷൂസ് എല്ലാം പോളിഷ് ചെയ്യാൻ ആവശ്യപ്പെടും, വെള്ളം എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറയും. ഈ ജൂനിയർ കുട്ടികൾ ആദ്യമെല്ലാം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം പുതുതായി കോളേജിലും ഹോസ്റ്റലിലും ചേർന്നവരാണ്. അവർക്ക് ചില കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു പക്ഷേ ഇതൊക്കെ ഇവിടെ സാധാരണയാണ് എന്ന് കരുതി അവരും അത് സഹിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ ഒരു തവണ ഇവരെ എതിർത്തവർ ചോദ്യം ചെയ്തപ്പോൾ ഒരുപാട് മർദ്ദിക്കാൻ തുടങ്ങി. കൂടാതെ ഇവരെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയും അത് വീഡിയോ ആയി എടുക്കുകയും ചെയ്തു. ഈ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരാരും മദ്യപിക്കാത്തവരാണ്. പക്ഷെ ഇവർ നിർബന്ധിച്ച് മദ്യപിക്കാൻ ആവശ്യപ്പെടുകയും അത് വീഡിയോ എടുക്കും. അതിനെ വീട്ടിൽ കാണിക്കുമെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തും. കൂടാതെ സിഗരറ്റ് വലിക്കാൻ ആവശ്യപ്പെടും. അതും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചും ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ ഈ ജൂനിയർ കുട്ടികൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. ആരോടും പറയാനും സാധിക്കില്ല. പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുമെന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ ഇനി ഇവരുടെ പക്കലുള്ള വീഡിയോസ് കാണിക്കും. കുടുംബത്തിലുള്ളവർ ഒരുപക്ഷെ ആ വീഡിയോസ് മാത്രമായിരിക്കും വിശ്വസിക്കുക.
അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കുട്ടികൾ അതെല്ലാം മനസ്സിൽ തന്നെ ഒതുക്കി. ദിവസങ്ങളും അങ്ങനെ കടന്നുപോയി. ചില മാധ്യമങ്ങളിൽ പറയുന്നത് അധ്യാപകർ ചിലരോട് ഈ കുട്ടികൾ ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധ്യാപകർ ഇത് വലിയ കാര്യമാക്കിയില്ല. റാഗിംഗ് അല്ലേ, ഇതൊക്കെ വളരെ സാധാരണമായ കാര്യമല്ലേ, സ്ഥിരം നടക്കാറുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട എന്നുള്ള രീതി അവരിതങ്ങനെ വിട്ടു. പക്ഷേ ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. ഒരുപാട് തവണ ഈ കുട്ടികൾ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരാനുള്ള ശ്രമങ്ങൾ നടത്തി. എല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ഈ പ്രശ്നമെല്ലാം രൂക്ഷമാകുന്നത് ഒരാഴ്ചയ്ക്ക് മുൻപ്. ഈ കുട്ടികൾ മുറിയിലുള്ള സമയത്ത് ഈ സീനിയേഴ്സ് എല്ലാം അകത്തേക്ക് കടന്നു വന്ന് വീണ്ടും പണം ചോദിക്കാൻ തുടങ്ങി. ഇത്തവണ 800 രൂപയല്ല 2000 രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവർ എന്തിനാണ് ഈ പണം ചോദിക്കുന്നത് എന്ന്. ഈ ജൂനിയർ കുട്ടികളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം വാങ്ങി മദ്യപിക്കാനും അവരുടേതായ ചിലവുകൾക്കും ഒരു ആർഭാട ജീവിതത്തിനും അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയായിരുന്നു ഈ പണം ഈ കുട്ടികളിൽ നിന്ന് വാങ്ങിയത്. ഇവിടെ 800 രൂപ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 2000 രൂപ ആവശ്യപ്പെട്ടാൽ അതിനവരെവിടെ പോകും, എന്ത് ചെയ്യും? ആ വിദ്യാർത്ഥികൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ സീനിയേഴ്സിന് ദേഷ്യം വന്നു. അങ്ങനെ അടുത്ത ദിവസം രാത്രി 10:30 കാത്തിരുന്നു. ലൈറ്റ് ഓഫായി വാർഡൻ പോയതിനു ശേഷം ഈ കുട്ടികളുടെ മുറിയിലേക്ക് ഇവരെല്ലാം വന്നു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ് വാർഡൻ ഒരു കാര്യം പറഞ്ഞത്. രാത്രി 10:30 ശേഷം ചിലരൊക്കെ വെള്ളം കുടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സമയം ഞാൻ ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് പോകുന്നത്, ഇതിപ്പോ കുറെ ആയല്ലോ എന്നൊക്കെ. പക്ഷേ ഇത്രയും വലിയ സംഭവം ഇതിന് പുറകിൽ നടക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വാർഡൻ തന്നെയാണ് ഇതെല്ലാം നിരീക്ഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും. പക്ഷേ ഇവിടെ വാർഡന് പോലും ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വാർഡൻ അവിടെ ഉണ്ടായിരുന്നിട്ട് എന്താണ് കാര്യം? ഇതാണ് മനസ്സിലാകാത്തത്. ഇപ്പൊ ഈ ഒരാഴ്ചയ്ക്ക് മുൻപ് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഈ കുട്ടികളുടെ മുറിയിലേക്ക് സീനിയേഴ്സ് പോകുന്നു. എന്നിട്ട് കുട്ടികളെ മുഴുവനും വിവസ്ത്രരാക്കി. സത്യം പറഞ്ഞാൽ ഈ സീനിയർ കുട്ടികളിൽ നിന്നും ഒരു 1-2 വയസ്സ് മാത്രമേ കുറവ് കാണുകയുള്ളൂ ജൂനിയേഴ്സിന്. എന്നാൽ അവരുടെ വസ്ത്രം മുഴുവനായും മാറ്റിപ്പിച്ചു. എന്നിട്ട് അവരെ കട്ടിലിൽ കെട്ടിയിട്ടു. 2 വശത്തുമായി 2 കൈകളും കെട്ടിയിട്ടു. എന്നിട്ട് ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് എല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കട്ടിലിൽ കെട്ടിയിട്ട ഈ കുട്ടികളെ നോക്കി പല അശ്ലീലമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതൊന്നും ഒരിക്കലും പറയാൻ കഴിയാത്ത, എങ്ങനെ പറയണമെന്ന് പോലും അറിയില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിലെല്ലാം അതിപ്പോൾ വൈറലാണ്. ആ കുട്ടികളെ കട്ടിലിട്ട് ടോർച്ചർ ചെയ്യുന്നതും പീഡിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളും അവർ സംസാരിക്കുന്ന ആ ഒരു ഭാഷ എല്ലാം നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും. ഇനി അതാരും കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം വാട്സപ്പ് ചാനൽ ആ ഒരു ഫൂട്ടേജ് നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് പരിശോധിക്കാം. എന്നിട്ട് ഇവരുടെ ബോക്സിനുള്ളിൽ നിന്നും ഡിവൈഡർ എടുക്കുന്നു. ഡിവൈഡർ നിങ്ങൾക്കറിയാം, 2 വശവും മൂർച്ചയുള്ള ഒരു വസ്തു. ഇത് കയ്യിലെടുത്തിട്ട് സീനിയേഴ്സ് പറഞ്ഞത്, ഇത് വെച്ച് നമുക്ക് സർക്കിൾ ഇടാൻ പറ്റുമല്ലേ? എന്നിട്ട് കട്ടിലിൽ കിടത്തിയിരുന്ന ആ ഒരു കുട്ടിയുടെ ശരീരത്തിന് മുകളിൽ ഈ ഒരു ഡിവൈഡർ വെച്ച് അങ്ങനെ കറക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വൃത്തം വരയ്ക്കാൻ ശ്രമിച്ചു. ചിന്തിച്ചു നോക്കുക ആ സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന്. ആ കുട്ടിയും വേദനിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ചവൻ പറയാൻ തുടങ്ങി. അങ്ങനെ നിലവിളിച്ചു കരഞ്ഞ കുട്ടി പറഞ്ഞപ്പോൾ, ഓ നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്നിട്ട് ആ മുറിവിനെ വീണ്ടും വേദനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് നീറുന്ന രീതിയിലുള്ള ചില ലോഷൻ, ചില കെമിക്കൽസ് എല്ലാം അതിന് മുകളിലൂടെ ഒഴിക്കാൻ തുടങ്ങി. ഇവർ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനുള്ള ചില ആക്സസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ചില വസ്തുക്കൾ എടുത്തുകൊണ്ടുവന്ന് ആ മുറിവിൽ ഒഴിക്കുന്നു. ഇവരെങ്ങനെയുള്ള കുട്ടികളാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. കൂടാതെ ഇവയെല്ലാം അവർ വീഡിയോ എടുക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 കുട്ടികളെ ഉപയോഗിച്ച് ഫോണിലെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ തമ്പൽസ് ഉപയോഗിച്ച് ഒരു 5 കിലോ 10 കിലോ തമ്പൽസ് വെച്ച് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ കെട്ടിയിട്ട് അത് തൂക്കിയിടാൻ ശ്രമിക്കുന്നു. മനസ്സിലാകുന്നേ ഇല്ല ഇവർക്ക് ഇതെങ്ങനെ തോന്നുന്നു, എങ്ങനെ ചെയ്യാനുള്ള ആ ഒരു തോന്നൽ എങ്ങനെ ഉണ്ടാകുന്നു, ഒന്നും മനസ്സിലാകുന്നേ ഇല്ല. ഇത്രത്തോളം ഇവരെ ടോർച്ചർ ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത്? ലോജിക് മനസ്സിലാകുന്നേ ഇല്ല. എന്നിട്ട് ആ പ്രൈവറ്റ് പാർട്ടിലും അത് നീറുന്ന രീതിയിലുള്ള ചില ലോഷൻസ് എടുത്ത് ഒഴിക്കുന്നു. ആ കുട്ടികൾ വേദനയിൽ അലറി നിലവിളിച്ച് കരയുന്നു. എന്നിട്ട് പോലും ആ കുട്ടികൾ പണം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അവരുടെ പക്കൽ പണമില്ല, എങ്ങനെ കൊടുക്കാനാണ്? ഈ ക്രൂരതകളെല്ലാം അവസാനിപ്പിച്ച് സീനിയേഴ്സ് ആ മുറിയിൽ നിന്ന് പോകുമ്പോൾ പോലും തിരിഞ്ഞു നിന്ന് പറഞ്ഞ ഒരു വാർത്ത, പണം വേഗത്തിൽ റെഡിയാക്കി വെച്ചോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഇത് തന്നെ സംഭവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എത്രത്തോളം ക്രൂരതകളായിരിക്കും ആ കുട്ടികൾ അനുഭവിച്ചത്? നമ്മളൊക്കെ ചിന്തിക്കും പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രശ്നം,
പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള അനീതികൾ നടക്കുന്നത്, പെൺകുട്ടികൾ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നത്, ക്രൂരതകൾ അനുഭവിക്കുന്നത് എന്ന്. അല്ല, സമാനമായ രീതിയിൽ തന്നെയാണ് പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ സഹിക്കാനാകാതെ എന്ത് ചെയ്യണമെന്നേ അറിയാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അതിലെ ഒരു കുട്ടി മാത്രം അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇത്രത്തോളമൊക്കെ സംഭവിക്കുന്നു, കോളേജിൽ പോകാൻ തനിക്ക് താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അച്ഛനും അമ്മയും കോളേജ് മാനേജ്മെന്റിനോട് ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷം ഇതൊരു പോലീസ് കേസാകുന്നു. അപ്പോഴാണ് ആരൊക്കെയാണ് ഇത് ചെയ്തത് എന്ന് തിരയുന്നത്. എല്ലാവരും ചെറിയ ചെറിയ കുട്ടികളായിരുന്നു, 20, 21 വയസ്സ്. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? 20, 21 വയസ്സ് കുട്ടികളായിരിക്കും ഒരു പക്ഷെ ഇരകളായത് എന്ന്. പക്ഷേ അവർ തന്നെയാണ് തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം ഈ ജൂനിയേഴ്സിനെ ഇവരിങ്ങനെ ഒരുപാട് രീതിയിൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഇതെല്ലാം ഒരു പരിധി കടന്നു പോയത്. എനിക്ക് മനസ്സിലാകാത്തത്, ഈ റാഗിംഗ് എന്ന കാര്യം എപ്പോഴാണ് കേരളത്തിൽ ഇത്രത്തോളം ഈസിയായി മാറിയത്, ഇത്രത്തോളം സിമ്പിളായി മാറിയത് എപ്പോഴാണ് എന്നറിയുന്നേ ഇല്ല. അടുത്ത് സംഭവിച്ചത്, ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. അത്രയും പേരെ അറസ്റ്റ് ചെയ്തു. സാമുവേൽ ജോൺ, വിവേക്, റെജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ, ഇവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇവരെ ജുഡീഷ്യൽ ജസ്റ്റിസിന് മുൻപിൽ നിർത്തി. അങ്ങനെ ഒരു 14 ദിവസത്തേക്ക് ഇവരെ റിമാൻഡ് ചെയ്യുന്നു. കൂടാതെ ഇവരിൽ പല കേസുകളും ഫയൽ ചെയ്തു. ഉദാഹരണത്തിന് ഇവർ കൊലപാതക ശ്രമവും നടത്തിയിട്ടുണ്ട്. ഈ ഡിവൈഡർ ഉപയോഗിച്ച് കുത്താൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം അത് വെച്ച് ഒരു സർക്കിളായിരുന്നു ഇടാൻ ശ്രമിച്ചത്, പിന്നീട് അത് ഉപയോഗിച്ച് അവർ കുത്തിയിട്ടുമുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അതിരും കടന്ന് തന്നെ ഇവരത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സെക്ഷൻസിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കൊലപാതക ശ്രമം ഉൾപ്പെടെ. ഇതിനെക്കുറിച്ച് കോളേജ് അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വിദ്യാർത്ഥികൾ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ്. ആന്റി റാഗിംഗ് പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. റാഗിംഗ് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിദ്യാർത്ഥികളോട് ചോദിക്കാറുമുണ്ട്. പക്ഷെ കുട്ടികളാരും ഇതുവരെയും പരാതി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ നൽകിയ വിശദീകരണം. അതായത് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും റാഗിംഗ് അവിടെ സംഭവിച്ചു എന്നുള്ളതല്ലേ സത്യം. അപ്പോൾ ഈ മുഴുവൻ സംവിധാനങ്ങളുടെയും പരാജയമാണ് ഈ കോട്ടയം നഴ്സിംഗ് കോളേജ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഇവിടെ കുറ്റവാളികളായി മാറിയിട്ടുള്ള കുട്ടികൾ പോലും വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്നും വരുന്നതോ, പണം ഒരുപാടുള്ളതോ, ഒരു രാഷ്ട്രീയ പിൻബലം ഉള്ളതോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിടിപാടുകളുള്ള കുട്ടികളോ അല്ല. ഇതിൽ ഒരാൾക്ക് മാത്രം ചെറിയൊരു രാഷ്ട്രീയ പിൻബലം ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പർ ആയിരുന്നു. പക്ഷേ ആ ഒരു പാർട്ടിയിൽ നിന്നും അവനെ ഇപ്പൊ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വരുന്നവർ തന്നെയാണ്, സാധാരണ കുടുംബത്തിലെ കുട്ടികൾ. അപ്പോൾ അവിടെ പഠിക്കുന്നതെല്ലാം സാധാരണ കുട്ടികളാണ്. പാവപ്പെട്ട കുട്ടികളാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചു വരണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അതിനിടയിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ചു പേരുണ്ട്. ഈ ഒരു സംഭവത്തിൽ പലരെയും വേദനിപ്പിക്കുന്നതും പലർക്കും മനസ്സിലാക്കാത്തതുമായ ഒരു കാര്യം, ഈ കുട്ടികളുടെ പ്രൈവറ്റ് പാർട്ടിൽ ടംബൽസ് കെട്ടിത്തൂക്കി എന്നുള്ളതാണ്. അതാർക്കും ചിന്തിച്ചു നോക്കാൻ, വിശദീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ക്രൂരതകൾ ആരെങ്കിലും ചെയ്യുമോ എന്ന് പോലും പലരും ചിന്തിച്ചു പോകുന്നുണ്ട്. ഈ കുട്ടികൾ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എത്രത്തോളമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പോരാത്തതിന് ഇവരെല്ലാം നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. ഒരു ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ ഒരു ജീവൻ വെച്ച് കളിക്കുകയാണ്. ഒരു ജീവനെ മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗികളായി വരുന്നവരോട് ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ശുശ്രൂഷിക്കുക? ജീവനുള്ള ഒരു മനുഷ്യനോട് ഇത്രയേറെ ക്രൂരത കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് ബോഡി ഇവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെയുള്ള ക്രൂരതകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതെല്ലാം അവസാനിപ്പിക്കുക. ചില സംഭവങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ നമുക്ക് ദൈവം അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നെ ചില കാര്യങ്ങൾ കാണിച്ചു തരും. അതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കി നേർവഴിയിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അപകടത്തിൽ തന്നെ ചെന്ന് വീഴും. മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ച് നിങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനെയല്ല, മൃഗം എന്ന് പോലും പറയാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ നല്ലൊരു ആശുപത്രിയിൽ ചെന്ന് ചികിത്സ എടുക്കുക. ഇനി അങ്ങനെ അല്ല, വീണ്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്യും, ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരോട് കാണിക്കും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ കാലം നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള ഒരു മറുപടി നൽകും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. പ്രധാനമായും ഈ സ്കൂളുകളിലും കോളേജുകളിലും വർദ്ധിച്ചു വരുന്ന റാഗിംഗ്, സാധാരണഗതിയിൽ കോളേജുകളിൽ മാത്രമായിരുന്നു നിങ്ങളുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ
സ്കൂളുകളിലും വന്നിട്ടുണ്ട്. അതാണ് വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ചെറിയ കുട്ടികൾ മുതൽ തന്നെ ഇപ്പോൾ ഇതെല്ലാം അനുഭവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികളും ഇരയായിട്ടുണ്ട്, പല ചെറിയ കുട്ടികളും ക്രിമിനൽസ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റാഗിങ് നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തന്നെ തുടച്ചു നീക്കാനായി എന്താണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.